паспорта, открываем все. Окей. Ага, все эти тоже открывай. Окей. Сейчас этот пройдет, вот так покажет и все. Окей. എല്ലാം തുറന്നു വയ്ക്കാൻ ഒരാൾ വരും. ഇപ്പോൾ നമ്മുടെ TTR വന്നിട്ട് പറഞ്ഞത് ഈ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റംസിൻ്റെ ഒരാൾ കൂടെ വരുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ TTRന് അർമേനിയൻ ലാംഗ്വേജ് അല്ലാതെ വേറെ ഒരു ഭാഷയും അറിയില്ല. അർമേനിയൻ ഭാഷ അറിയാത്ത ആൾക്കാർ, ബാക്കിയെല്ലാം റഷ്യ, അതുപോലെ അർമേനിയ, ജോർജിയയിലുള്ള ആൾക്കാർ, നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻസ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് നമ്മളോട് പ്രത്യേകിച്ചൊരു സ്നേഹമാണ്. എന്തായാലും ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്നല്ല, ഒരു വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ജോർജിയൻ സീരീസിന്റെ ആദ്യ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ നടത്തുന്നത് അർമേനിയയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അർമേനിയയിൽ 4 ദിവസം സ്റ്റേ ചെയ്തിട്ട് 4ാമത്തെ ദിവസം ഉച്ചയ്ക്ക് യാരവനിൽ നിന്ന് ടിബ്ലിസിക്ക് ട്രെയിനിൽ വന്നിട്ടാണ് നമ്മൾ അർമേനിയൻ സീരീസ് സ്റ്റോപ്പ് ചെയ്തത്. ഇപ്പോൾ ഞാനുള്ളത് അർമേനിയ ബോർഡറിലാണ്. അർമേനിയ ബോർഡർ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിച്ചു. ഇനി ബാക്കിയുള്ള ക്ലിയറൻസിന് വേണ്ടിയിട്ട്, അതായത് ബാക്കിയുള്ള കോച്ചിലുള്ള ആൾക്കാരുടെ എക്സിറ്റ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഇവിടുന്ന് അടുത്ത് ജോർജിയയിലോട്ട് പോകും. ഇവിടുന്ന് 2 മണിക്കൂറുണ്ട് ജോർജിയയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിലെത്താൻ. ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ജോർജിയയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഉള്ളൂ എന്നാണ് പറഞ്ഞത്, ഒരു 10 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണുള്ളത്. ആ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴാണ് നമുക്ക് ജോർജിയയുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് തരുന്നത്. ഈ അർമേനിയ എക്സിറ്റ് ആകുന്ന സമയത്ത് ഇവിടുത്തെ TTR വന്നിട്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ജോർജിയയുടെ ഫസ്റ്റ് സ്റ്റേഷനിലെത്തുമ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് ഇമിഗ്രേഷൻ ഓഫീസിൽ പോകണം. അവിടെ നിന്നാണ് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോ സീരീസിലേക്ക്, ജോർജിയൻ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജോർജിയയെ പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്തുവിനും 8000 വർഷം മുമ്പ് വരെയുള്ള ചരിത്രമുള്ള സ്ഥലമാണ് ജോർജിയ. 8000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ശേഷിപ്പുകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു രാജ്യമാണ് ജോർജിയ. പുതിയ ചരിത്രം നോക്കുകയാണെങ്കിൽ 12ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കിങ് ഡേവിഡ് 4-മനും പിന്നീട് 1243 മംഗോളിയൻ രാജവംശവും അതിനുശേഷം ഓട്ടോമൻ ഭരണവും പിന്നെ റഷ്യൻ ഭരണവും 1921 മുതൽ സോവിയറ്റ് യൂണിയൻ ഭരണമായിരുന്നു ജോർജിയയിലുണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ജോർജിയയിൽ നടന്നത്. അർമേനിയയിലായിരുന്നാലും സോവിയറ്റ് യൂണിയന്റെ കാലത്ത് നടന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് വീഡിയോയിൽ. 1991 സോവിയറ്റ് യൂണിയനിൽ നിന്ന് ജോർജിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അർമേനിയയ്ക്ക് അതുപോലെ തന്നെയാണ്. 1991 അർമേനിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷവും ജോർജിയയിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. ആഭ്യന്തര യുദ്ധം, അതുപോലെ സാമ്പത്തിക അസ്ഥിരത, രാഷ്ട്രീയ അഴിമതി. ഈ 1991 ശേഷം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ജോർജിയ ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ നല്ലൊരു പേര് ഉണ്ടാക്കിയെടുത്തത്. ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ജോർജിയയിൽ വർഷം തോറും വരുന്നത്. പ്രധാനമായിട്ടും തണുപ്പ് സമയത്തുള്ള സ്കീയിങ് ആക്ടിവിറ്റീസിന് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ഒരുപാട് ആൾക്കാരാണ് ജോർജിയയിലെത്തുന്നത്. ഏകദേശം 3.7 ദശലക്ഷമാണ് ജോർജിയയിലെ ജനസംഖ്യ. ജനസംഖ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജോർജിയക്കാരല്ലാതെ ഒരുപാട് അർമേനിയക്കാർ ജോർജിയയിൽ താമസിക്കുന്നുണ്ട്. അർമേനിയയിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം പണ്ടുകാലം മുതൽ തന്നെ ഒരുപാട് പേര് ജോർജിയയിലോട്ട് അഭയം തേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോർജിയയിൽ വലിയൊരു വിഭാഗം അർമേനിയക്കാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അർമേനിയക്കാർ മാത്രമല്ല, റഷ്യക്കാരുണ്ട്, അസർബൈജാൻകാരുണ്ട്, ഇവരെല്ലാം ജോർജിയയിൽ താമസിക്കുന്നുണ്ട് ഒരുപാട് പേര്. ജോർജിയയിൽ 9 പ്രൊവിൻസുകളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ജോർജിയയുടെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ ടിബ്ലിസിയാണ് ജോർജിയയിലെ ഏറ്റവും വലിയ പട്ടണവും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതും ടിബ്ലിസിക്ക് തന്നെയാണ്. ഏകദേശം 1.5 ദശലക്ഷം ആണ് ടിബ്ലിസിയിലെ ജനസംഖ്യ. അതായത് ഇവരുടെ മൊത്തം പോപ്പുലേഷന്റെ പകുതിയോളം ടിബ്ലിസി നഗരത്തിലാണുള്ളത്. ജോർജിയയിലെ നിലവിലെ ഭരണകക്ഷി ജോർജിയൻ ഡ്രീം ഡെമോക്രാറ്റിക് ജോർജിയാണ്. ബിഡ്സിന ഇവാനിഷ് വിലി എന്ന കോടീശ്വരനായിട്ടുള്ള വ്യവസായിയാണ് 2012 ഈ ഒരു പാർട്ടി സ്ഥാപിച്ചത്. യുണൈറ്റഡ് നാഷണൽ മൂവ്മെന്റിന്റെ 9 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് 2012 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ GD എന്ന് പറയുന്ന പാർട്ടി ജയിച്ചു. 2020 ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ GD പാർട്ടി തന്നെയാണ് ജയിക്കുന്നത്. ടൂറിസവും ബാങ്കിംഗ് മേഖലയും അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയുമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. 5 രാജ്യങ്ങളുമായിട്ടാണ് ജോർജിയ അതിർത്തി പങ്കിടുന്നത്. അർമേനിയ, അസർബൈജാൻ, റഷ്യ, തുർക്കി എന്നിങ്ങനെ 5 രാജ്യങ്ങളുമായിട്ടാണ് ജോർജിയ അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജോർജിയയുടെ പൊതുവായിട്ടുള്ള വിശേഷങ്ങൾ. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ജോർജിയയുടെ മറ്റുള്ള കാഴ്ചകൾ കാണാം. അർമേനിയയിലെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇപ്പോഴും ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ പറയാം. ട്രെയിൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. മണി ഇപ്പോൾ 9 മണിയായി. പുറത്ത് വെട്ടമൊന്നുമില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 9 മണിയല്ല,
സമയമല്ല, ശരിക്കും 8:50 8:50 സമയം ഇപ്പോൾ 10:40. ഏകദേശം 10 മണിക്ക് മുമ്പ് നമ്മൾ ഫസ്റ്റ് ജോർജിയൻ സ്റ്റേഷനിൽ എത്തിയതാണ്. ആ സ്റ്റേഷൻ്റെ പേര് സദക്ലോ എന്നാണ്. ഇത് കാണുന്നുണ്ടോ, ഇതാണ് അവരുടെ വിസ. ട്രെയിൻ നിർത്തിയതിന് ശേഷം ഇവരുടെ കസ്റ്റംസിൻ്റെ ആൾക്കാർ വന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും ബാഗ്. Паспорта. Открываем все. ഓക്കെ. Ага. Все. Эти тоже открывай. ഓക്കെ. Сейчас этот пройдет, вот так покажет и все. Окей. Давай. എല്ലാം തുറന്നു വയ്ക്കാൻ ഒരാൾ വരും. ഇപ്പോൾ നമ്മുടെ TTR വന്നിട്ട് പറഞ്ഞത് ഈ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റംസിൻ്റെ ഒരാൾ കൂടെ വരുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ TTRന് അർമേനിയൻ ലാംഗ്വേജ് അല്ലാതെ വേറെ ഒരു ഭാഷയും അറിയില്ല. പക്ഷേ നമ്മളായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല വയസ്സായ ഒരാളാണ്, നമ്മളോട് നല്ല ക്ലോസ് ആണ് ആൾ. നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ. ഈ ഒരു കൂപ്പയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ അർമേനിയൻ ഭാഷ അറിയാത്ത ആൾക്കാർ. ബാക്കിയെല്ലാം റഷ്യ, അതുപോലെ ആർമേനിയ, ജോർജിയയിലുള്ള ആൾക്കാർ. നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻസ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് നമ്മളോട് പ്രത്യേകിച്ചൊരു സ്നേഹമാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സദക്ലോ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ട്രെയിൻ വന്ന് നിർത്തിയിട്ട് ഇവിടുന്ന് കസ്റ്റംസ് ഓഫീസേഴ്സൊക്കെ വന്നിട്ട് ആദ്യം എല്ലാവരുടെയും ബാഗേജ് ചെക്ക് ചെയ്തു. നമ്മുടെ കയ്യിൽ ഡിക്ലെയർ ചെയ്യാൻ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പോയി. അതിനുശേഷം 1 മണിക്കൂറോളം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം TTR വന്നിട്ട് എല്ലാവരോടും വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടും കൊണ്ട് പോകാൻ പറഞ്ഞു. ജോർജിയയിൽ പോലീസാണ് ഈ വിസ കൺട്രോൾ ചെയ്യുന്നത്. വിസ സ്റ്റാമ്പ് ചെയ്യുന്നതൊക്കെ പോലീസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ പോലീസ് നമ്മളോട് പാസ്പോർട്ടും എമിറേറ്റ്സ് ID വിസ ഒക്കെ വാങ്ങിയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് പ്രത്യേകിച്ച് അവർ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഡോളറായിട്ട് കാശ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ ഓക്കെ ആയിരുന്നു. ഞാൻ ബോർഡിംഗ് പാസ് കാണിച്ചപ്പോൾ എന്നോട് ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ലായിരുന്നു. ബോർഡിംഗ് പാസ് ഉള്ളതുകൊണ്ട് ടിക്കറ്റിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവർ ടിക്കറ്റ് കാണണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞു. ചിലപ്പോൾ ടിക്കറ്റ് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നേനെ, പക്ഷേ കാണണമെന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള മെയിൽ കാണിച്ചു കൊടുത്ത പുള്ളി ഓക്കെ പറഞ്ഞു. വിസ കൗണ്ടറിൽ പോയി കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തിട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നു. കൗണ്ടറിൽ പോയി കഴിഞ്ഞപ്പോൾ അധികം സമയമൊന്നും ആയിട്ടില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് അവർ വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നു. ഈ ട്രെയിനിലുള്ള മുഴുവൻ ആൾക്കാരുടെയും വിസ ചെക്ക് ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് ഉള്ള ഒരു ഡിലേ ഉണ്ട്. ഇന്ന് ട്രെയിൻ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ട് നമ്മൾ 2 മണിക്കൂർ ആയെന്ന് തോന്നുന്നു. 2 മണിക്കൂറിൽ കൂടുതലായി ഇവിടെ വന്നിട്ട്. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ തന്നെ ട്രെയിൻ ഓഫ് ചെയ്തിട്ടു. AC വർക്ക് ചെയ്യുന്നില്ല, നല്ല ചൂടുണ്ട്. ട്രെയിനിനകത്ത് നല്ല ചൂടാണ്. അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള കഥ. ഇതുവരെ ട്രെയിൻ എടുത്തിട്ടില്ല. വിസയൊക്കെ സ്റ്റാമ്പ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചെക്കിങ്ങിനും കൂടെ വരും. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അങ്ങനെ വിസയൊക്കെ റെഡിയാക്കി വെച്ചിട്ടിരിക്കുകയാണ്. മണി അപ്പോൾ 10:50. നേരത്തെ നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്ത ആ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ വെരിഫൈ ചെയ്തു വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടോയെന്ന്. അങ്ങനെ ലഗേജ് ചെക്ക് ചെയ്യാനൊന്നും ആരും വന്നിട്ടില്ല. നമ്മുടെ തൊട്ടടുത്ത കുപ്പയെ വരെ വന്നിട്ട് അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല. ഇനി ലഗേജ് ചെക്കിങ് ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ട്രെയിന് ഉടനെ പുറപ്പെടുമായിരിക്കും, അറിയില്ല. എന്തായാലും നോക്കാം. ഇവിടുന്ന് 2 മണിക്കൂർ കൊണ്ട് ജോർജിയ എത്താൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ബുക്ക് ചെയ്ത ഗൈഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും. 11 മണിയായപ്പോൾ ട്രെയിൻ എടുത്തു. ബാഗേജ് ചെക്ക് ചെയ്യാനൊന്നും ആരും വന്നില്ല. ഈ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ടിബിലിസി റെയിൽവേ സ്റ്റേഷനിലെത്തും. രാത്രിയാണ് നമ്മളവിടെ എത്തുക, 1 മണി 2 മണിക്ക് ശേഷം. അപ്പോൾ നോക്കാം, അവിടെ പോയിട്ട് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ അപ്പോഴും കാണിക്കാം. സമയം 12:45. നമ്മൾ ടിബിലിസി സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. TTR വന്നിട്ട് നമ്മുടെ ബെഡ്ഷീറ്റും ഒക്കെ കളക്ട് ചെയ്തിട്ട് പോയി. അപ്പോൾ നമ്മൾ ടിബിലിസി എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ എത്തി എന്ന് തോന്നുന്നു. അതെ, റെയിൽവേ സ്റ്റേഷൻ എത്തി. I have many Indian friends. They working in Dubai, Abu Dhabi, Emirates. Oh, You also from Emirates? വർക്കിംഗ് ഇൻ ദുബായ്. നമ്മൾ കറക്റ്റ് 12:50 ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഒന്ന് ഇറങ്ങി നമ്മുടെ ഗൈഡ് നമ്മളെ ഒന്ന് പിക്ക് ചെയ്തു. ഇനി നേരെ ഹോട്ടലിലോട്ട് പോവാണ്. നമ്മൾ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മുടെ റൂം. ഇനി 4 ദിവസം ഇവിടെയാണ്. ലാസ്റ്റ് ദിവസം നമ്മൾ പ്ലേസിൽ പോകും. നമ്മൾ നേരത്തെ താമസിച്ച റൂമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല സൗകര്യമുള്ള റൂമാണ്.
നാളെ രാവിലെ 11 മണിക്ക് ഗൈഡ് വരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 1:30 ആയി ഓൾറെഡി. 11 മണിക്കാണ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ വീഡിയോയിൽ ഇത്രയും വിശേഷങ്ങളാണുള്ളത്. അപ്പോൾ നമുക്കിനി നാളെ കാണാം, പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.